ഹായ് ഓൾ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പറയുന്നത് സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ മസ്റ്റായിട്ടും അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ പറയുന്നുള്ളൂ. ഒരു ഷോർട്ട് വീഡിയോ ആയിരിക്കും. ഫർദർ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയണമെങ്കിൽ ഏതെങ്കിലും റാങ്ക് ഫയലും കാര്യങ്ങളും ഒക്കെ റെഫർ ചെയ്താൽ, അല്ലെങ്കിൽ SCRT NCRT ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. അല്ലെ ലക്ഷ്മികാന്തിൻ്റെ ഒരു ബുക്കുണ്ട്, ലക്ഷ്മികാന്ത് പൊളിറ്റി. പലരും പഠിക്കുന്നത് ലക്ഷ്മികാന്ത് പൊളിറ്റിയാണ്. അത്രയൊന്നും ഡീപ്പിൽ പോകേണ്ട കാര്യമില്ല. അപ്പം ജസ്റ്റ് ഒരു ഫാക്ട്സ് മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്നത് പാർട്ട് 2-ലാണെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. പാർട്ട് 1 എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ടോട്ടലി 22 പാർട്ടുണ്ട്. അതിൽ പാർട്ട് 1 എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേരും ടെറിട്ടറിയെയും കുറിച്ചാണ്. ഓക്കെ, യൂണിയൻ ആൻഡ് ഇറ്റ്സ് ടെറിട്ടറിയാണ് പാർട്ട് 1 പറയുന്നത്. പാർട്ട് 2 ആ ഒരു ക്രമം വെച്ചിട്ടാണ് ബാക്കി പാർട്സ് ഒക്കെ മുന്നോട്ട് പോകുന്നത്. പാർട്ട് 2 പറയുന്നത് ഇന്ത്യയിൽ ആരൊക്കെയാണ് താമസിക്കുന്നത്, ഇന്ത്യൻ സിറ്റിസൺസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ പാർട്ട് 2 സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം ഉള്ളത്. അപ്പം പാർട്സിനെ കുറിച്ച്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ പാർട്സിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ എൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് പോയി കാണാം. ഓക്കെ, ഞാൻ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കമൻറ്റ് സെക്ഷനിലിടാം. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫുൾ വീഡിയോസും അതിൻ്റെ അകത്തുണ്ട്, അപ്പോൾ അത് പോയി കേട്ടാൽ മതി. ഓക്കെ, അപ്പം പാർട്ട് 2 ഇന്ത്യൻ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അതിൽ തന്നെ 5 തൊട്ട് 11 വരെയുള്ള ആർട്ടിക്കിൾസിൽ മാത്രമാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പറയുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, വളരെ കുറച്ച് കാര്യങ്ങളെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിക്കുന്നുള്ളൂ. കാരണം 5 തൊട്ട് 11 വരെയുള്ള വിരലിൽ എണ്ണാവുന്ന ആർട്ടിക്കിൾസിൽ മാത്രമേ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പരാമർശം ഉള്ളൂ എന്ന് മനസ്സിലാക്കുക. സോ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന്, പാർട്ട് 2 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ മെൻഷൻസ് അബൌട്ട് സിറ്റിസൺഷിപ്പ്. രണ്ടാമത്തേത് ആർട്ടിക്കിൾസ് റേഞ്ചിങ് ഫ്രം 5 to 11. അതാണ് സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പരാമർശിക്കുന്നതെന്ന് പഠിച്ചു. ഇനി 11th ആർട്ടിക്കിളിനൊരു പ്രത്യേകതയുണ്ട്. 11ാമത്തെ ആർട്ടിക്കിളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്? സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് കാര്യവും ആർക്കാണ് തീരുമാനം എടുക്കാൻ കോൺസ്റ്റിറ്റ്യൂഷൻ അധികാരം കൊടുത്തിരിക്കുന്നത്? പാർലമെൻറ്റിനാണ്. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം സിറ്റിസൺഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിനെ ബാധിക്കുന്ന ഏത് തീരുമാനങ്ങളും ഏത് നിയമങ്ങളും ഉണ്ടാക്കുവാനുള്ള അധികാരം ആർക്കാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഗ്രാൻഡ് ചെയ്തിരിക്കുന്നത്? പാർലമെൻറ്റിനാണ്. നിങ്ങൾക്ക് CAA കുറിച്ചൊക്കെ, ബില്ലിനെ കുറിച്ചും ആക്ടിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കേട്ടിട്ട് കാണും. അപ്പം അത് പാർലമെൻറ്റിലാണ് ഈ സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു പവർ വരുന്നത്. അത് ആരാണ് കൊടുക്കുന്നത്? കോൺസ്റ്റിറ്റ്യൂഷൻ. അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷനിൽ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് A to Z ഒന്നും എഴുതിയിട്ടില്ല. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തിനെക്കുറിച്ച് എഴുതിയിട്ടില്ല? സിറ്റിസൺഷിപ്പ് എങ്ങനെ നമുക്ക് അക്യൂർ ചെയ്യാം, എങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് സിറ്റിസൺഷിപ്പ് പോകും, ഇതിനെക്കുറിച്ചൊന്നും തന്നെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതിയിട്ടുള്ളത് ആരൊക്കെയാണ് ഇന്ത്യയിലെ സിറ്റിസൺസ് എന്ന് പറഞ്ഞ് കുറച്ച് ഭാഗമുണ്ട്, 5 തൊട്ട് 11 വരെ. അതായത് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പം വിഭജന കാലഘട്ടത്തിൽ കുറച്ച് പേര് ഇങ്ങോട്ട് വന്നു, കുറച്ച് പേര് അങ്ങോട്ട് പോയി, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ബേസിസിൽ ആരൊക്കെയാണ് ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് മാത്രമേ 5 തൊട്ട് 11 വരെയുള്ള ആർട്ടിക്കിൾസിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പരാമർശിച്ചിട്ടുള്ളൂ. ബാക്കി നമ്മൾ പഠിക്കുന്ന സിറ്റിസൺഷിപ്പിൻ്റെ അക്വസേഷനും ടെർമിനേഷനും, അതായത് എങ്ങനെ ഒരു വ്യക്തിക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും, എങ്ങനെ നമ്മുടെ ഉള്ള സിറ്റിസൺഷിപ്പ് പോകും, ഇതിനെക്കുറിച്ചൊക്കെയുള്ള കാര്യങ്ങൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിലും പറഞ്ഞിട്ടില്ല. അതെവിടാണ് പറഞ്ഞിട്ടുള്ളത്? സിറ്റിസൺഷിപ്പ് ആക്ട് 1955 പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം നെക്സ്റ്റ് നമ്മൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് പഠിക്കുമ്പോൾ രണ്ടാമത് പഠിക്കേണ്ടത് എന്താണ്? സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഈ 1955 ഈ ആക്ട് പലതവണ അമെൻഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതാണ് ബേസ് സ്ട്രക്ചർ. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അമെൻമെൻറ്റ് ആക്ടാണ് CAA, കോൺസ്റ്റിറ്റ്യൂഷൻ. ആ ഒരു അറിയത്തില്ലേ, ആ ഒരു അമെൻമെൻറ്റ് പലതരത്തിൽ വിവാദങ്ങളൊക്കെ സൃഷ്ടിച്ച ഒരു അമെൻമെൻറ്റാണ്. അപ്പം മെയിനായിട്ടും നിങ്ങൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുമ്പോൾ 2 കാര്യങ്ങൾ നോക്കുക. ഒന്ന്, പാർട്ട് 2 ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. രണ്ടാമത്തേത് ഒരു ആക്ടാണ്, അത് പാർലമെൻറ്റ് എനാക്ട് ചെയ്തതാണ്. ഏതാണത്? സിറ്റിസൺഷിപ്പ് ആക്ട് 1955. ഓക്കെ, അപ്പം ഇനി സിറ്റിസൺഷിപ്പ് ആക്ട് 1955 എന്തിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു പരാമർശം ഉള്ളത്? എങ്ങനെ നമുക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കും, എങ്ങനെയൊക്കെ നമ്മുടെ സിറ്റിസൺഷിപ്പ് പോകും എന്നുള്ളതിനെക്കുറിച്ചുള്ള പരാമർശമുള്ള ആക്ട് 1955 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ആണ്. ഓക്കെ, അപ്പം അമെൻമെൻ്റ് അല്ല, സിറ്റിസൺഷിപ്പ് ആക്ട്. ഓക്കെ, അതിൽ നമുക്ക് സിറ്റിസൺഷിപ്പ് പോകുന്നതിന് ഉള്ള കുറച്ച് 3 കാര്യങ്ങളുണ്ട്. അത് ഈസി ആയിട്ടുള്ള പഠിക്കാം. നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ഉണ്ട്, ഇപ്പോൾ എനിക്കൊക്കെ സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഓക്കെ, അപ്പോൾ എൻ്റെ സിറ്റിസൺഷിപ്പ് പോകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ടെർമിനേഷൻ.
രണ്ടാമത്തേത് റിനൗൺസിയേഷൻ, മൂന്നാമത്തേത് ഡിപ്രിവിയേഷൻ. ഈ ഒരു വാക്കിനൊരു കോഡുണ്ട്, ടെറി ഡി. എൻ്റെ കൂടെയുള്ള ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് പഠിച്ചതാണ്. ടെറി ഡി, ടെർമിനേഷൻ്റെ TE, റിനൗൺസിയേഷൻ്റെ RE, ഡിപ്രിവിയേഷൻ്റെ DE, ടെറി ഡി. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമുക്ക് പഠിക്കാം. ഒന്ന് ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് പറയുന്നത്, ഇപ്പം ഈ രാജ്യത്തിലെ ഒരു സിറ്റിസൺ ആണ് ഞാൻ, പക്ഷേ എനിക്ക് വേറെ US പോലൊരു രാജ്യത്തിലേക്കൊക്കെ പോകാൻ തോന്നുകയാണ്. അപ്പം ഞാൻ സ്വാഭാവികമായിട്ടും പോയി US സിറ്റിസൺഷിപ്പ് എടുക്കുന്നു. അപ്പം വേറൊരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ് ഞാൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി ടെർമിനേറ്റഡ് ആയി പോകും. അപ്പോൾ അതാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. പിന്നുള്ളത് റിനൗൺസിയേഷൻ. റിനൗൺസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്കൊരു 18 വയസ്സായി, അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് ഈ രാജ്യത്ത് ജീവിക്കേണ്ട, എനിക്ക് എൻ്റെ ഈ സിറ്റിസൺഷിപ്പ് ഞാൻ അങ്ങ് റിനൗൺസ് ചെയ്യുക, അതായത് എനിക്ക് ഈ സിറ്റിസൺഷിപ്പ് വേണ്ടാന്ന് ഞാൻ എഴുതി കൊടുത്ത് ആ ഒരു സിറ്റിസൺഷിപ്പ് മാറ്റുന്നതിനാണ് റിനൗൺസിയേഷൻ എന്ന് പറയുന്നത്. ടെർമിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് ഞാൻ എടുക്കുമ്പോൾ എൻ്റേത് ഓട്ടോമാറ്റിക്കലി ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ടെർമിനേറ്റഡ് ആയി പോകുന്നതാണ് ടെർമിനേഷൻ. ഇനി മൂന്നാമത്തെ ഡിപ്രിവിയേഷൻ. എൻ്റെ കയ്യിലിരിപ്പ് മോശമാണെങ്കിൽ, അതായത് യുദ്ധസമയത്ത് നമ്മുടെ രാജ്യവും വേറൊരു രാജ്യവും തമ്മിൽ യുദ്ധമൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ രാജ്യത്തിനെ ഒറ്റ കൊടുക്കാൻ പോവുക, അങ്ങനെ മോശമായ കയ്യിലിരിപ്പുകൾ, രാജ്യത്തിൻ്റെ അതിൻ്റെ ഒരു സോവറിനിറ്റി, പരമാധികാരത്തിനെ ഒന്നും ഞാൻ റെസ്പെക്റ്റ് ഒന്നും ചെയ്തില്ലെങ്കിൽ എൻ്റെ കയ്യിലിരിപ്പ് മോശമാകുമ്പോൾ കമ്പൽസറി ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ സിറ്റിസൺഷിപ്പ് പോകും. ഓക്കെ, അതിനെ ഡിപ്രിവിയേഷൻ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, 3 വഴിക്ക് നമ്മുടെ സിറ്റിസൺഷിപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഒന്ന്, നമ്മൾ തന്നെ വേണ്ടാന്ന് വെക്കുക. രണ്ടാമത്തെ, നമ്മൾ പുതിയൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് എടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഈ സിറ്റിസൺഷിപ്പ് പോകും. മൂന്നാമത്തെ, നമ്മുടെ കയ്യിലിരിപ്പ് കാരണം സ്റ്റേറ്റ് നമ്മുടെ സിറ്റിസൺഷിപ്പ് റദ്ദാക്കും. ഓക്കെ, 3 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ടെറി-ഡി, ടെർമിനേഷൻ, റിനൗൺസിയേഷൻ, ഡിപ്രിവിയേഷൻ. 3 പഠിച്ചില്ലേ? കംപ്ലീറ്റ് ആയില്ലേ? ഓക്കെ, ഇനി അടുത്തത്, എങ്ങനെ നമുക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കും? ഓക്കെ, അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് അല്ലേ? അതും അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിലൊരു കോഡുണ്ട്, ബാഡ് NRI എന്നുള്ളതാണ്. ഓക്കെ, സിറ്റിസൺഷിപ്പ് അത് ബാഡ് NRI എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. 6 കാരണങ്ങളാണ് ഉള്ളത്. ബൈ ബർത്ത്, നമുക്ക് എങ്ങനെ സിറ്റിസൺഷിപ്പ് ലഭിക്കും? ബൈ ബർത്ത്. ബൈ ബർത്ത് ആണെങ്കിൽ തന്നെ പല പല കാര്യങ്ങളുണ്ട് അതിൻ്റെ താഴോട്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, PSCK ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും മാത്രം പഠിച്ചിരുന്നാൽ മതി. ബൈ ബർത്ത് എന്ന് പറയുമ്പോഴത്തേക്കും ജന്മം കൊണ്ട്. ഇപ്പം നിങ്ങൾ ഈ രാജ്യത്ത് ജനിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനും ഈ ക്ലാസ് കേൾക്കുന്ന നിങ്ങളും ഒക്കെ ബൈ ബർത്ത് ഇന്ത്യൻ സിറ്റിസൺ ആയ ആളുകളാണ്. നമ്മൾ ജനിച്ചത് ഈ നാട്ടിലാവുകൊണ്ട് നമ്മൾ ബൈ ബർത്ത് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആവണമെങ്കിൽ നമ്മുടെ പേരൻസും ഇന്ത്യൻ ഒറിജിൻ ആവണം, അല്ലേ? ഇപ്പം ഇന്ത്യയിലെ എംബസികളുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ മറ്റ് രാജ്യങ്ങളിലെ എംബസികൾ ഇന്ത്യയിലുണ്ട്. അല്ലെങ്കിൽ തന്നെ ആലോചിക്കുക, ഇപ്പം 2 സായിപ്പ് മദാമേൻ ടൂറിന് വന്നു എന്ന് വെക്കുക. ഇവിടെ ഇംഗ്ലണ്ടിൽ നിന്ന് 2 പേര് സായിപ്പ് മദാമേൻ ടൂറിന് ഇന്ത്യയിൽ വന്നു. പക്ഷേ അവിടെ വെച്ച് അവർ അവിടെ വെച്ച് ഇന്ത്യയിലെ ടൂറിൻ്റെ ഇടയ്ക്ക് അവർക്ക് പ്രസവിക്കേണ്ടി വന്ന് ഡെലിവറി ആയി. ആ കുട്ടി ഇവിടെ ജനിച്ചു എന്ന് വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈ ബർത്ത് അവർ ഇന്ത്യൻ സിറ്റിസൺ ആവുമോ ആ കുട്ടി? ഇല്ല. കാരണം അതിൻ്റെ പേരൻസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ഒറിജിൻ അല്ല. സോ സ്വാഭാവികമായിട്ടും അങ്ങനെ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. മാത്രമല്ല, ഗവൺമെൻറ് ഒഫീഷ്യൽസ്, വേറെയും കുറേ രാജ്യക്കാരായിട്ടുള്ള പഠിക്കാൻ വരുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഗവൺമെൻറ് ഒഫീഷ്യൽസ് ഒക്കെ മറ്റ് രാജ്യക്കാരായിട്ടുള്ളവർ ഇന്ത്യയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിലും ബൈ ബർത്ത് ഇമ്മീഡിയറ്റ്ലി ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്ന് നിർബന്ധം ഇല്ല. ഓക്കെ, അപ്പോൾ ബൈ ബർത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നോർമൽ സിനാരിയോയിൽ ബൈ ബർത്ത് ഇന്ത്യൻ സിറ്റിസൺ ആകാൻ പറ്റും. പക്ഷേ ഇതിന് എക്സെപ്ഷൻ ഉണ്ട്. ഓക്കെ, അപ്പം ബാഡ് NRI എന്നാണ് നമ്മുടെ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതിനുള്ള കോഡ്. ബൈ ബർത്ത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി അടുത്ത എന്താണ്? A ആണ്. A എന്ന് പറയുന്നത് അസാം അക്കോർഡ് ഉണ്ട്. അതായത് നമ്മുടെ നോർത്ത് ഈസ്റ്റിലുള്ള ഒരു സംസ്ഥാനമാണ് അസാം. ഈ അസാമിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. മൈഗ്രേഷൻ്റെ പ്രശ്നങ്ങൾ, മൈഗ്രൻസ്, അതായത് ഇല്ലീഗൽ മൈഗ്രേഷൻ ഉണ്ടായിരുന്നു. ബംഗ്ലാദേശിൽ നിന്നൊക്കെ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ നിന്നൊക്കെ മറ്റാളുകൾ നമ്മുടെ ഇന്ത്യയിലേക്ക്, നോർത്ത് ഈസ്റ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ കയറി വന്ന് അവസാനം അവിടുത്തെ ജോലികളൊക്കെ ഇല്ലീഗൽ മൈഗ്രൻസ് അവിടെ ഭയങ്കരമായിട്ട് അവിടുത്തെ ഒരു സന്തുലിതാവസ്ഥ ഇല്ലാണ്ടാക്കുന്ന ഒരു സമയം വന്നപ്പോഴത്തേക്കും ആസാം അക്കോർഡ് എന്ന് പറയുന്ന ഒരു അക്കോർഡ് വലിയ വലിയ പ്രൊട്ടസ്റ്റുകളുടെ ഭാഗമായിട്ട് ഗവൺമെൻറ് പാസ്സാക്കി. ആ അക്കോർഡ് പ്രകാരം ഇന്ന ആളുകൾക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കാമെന്ന് അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ആ ഒരു ഡോക്യുമെൻറ്റിൽ. അപ്പം ആസാം അക്കോർഡ് വഴി ചിലർക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് അത്ര വലിയ ബാധകമല്ല. കാരണം നമ്മൾക്ക് ഒരു പ്രോപ്പർ മെയിൻ ലാൻഡിൽ നമ്മൾ കഴിയാണ്. അത് പക്ഷേ ആ ഒരു ബോർഡർ ഏരിയയിലുള്ള ഒരു പ്രോബ്ലമാണ്. സോ വാട്ട് എവർ, നിങ്ങൾ അസാം അക്കോർഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് സിറ്റിസൺഷിപ്പ് എന്ന് നിങ്ങൾ ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം ബൈ ബർത്ത്, അസാം അക്കോർഡ്,
ഡി എന്ന് പറയുന്നത് ഡിസെൻറ്റ്, അതായത് പേരൻസ് ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരനാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങളുടെ പേരൻസ് NRI ആണെന്ന് വെക്കുക, നിങ്ങളുടെ പേരൻസ് ഗൾഫിൽ സെറ്റിൽഡ് ആണെന്ന് വെക്കുക, പക്ഷേ നിങ്ങൾ ജനിച്ചത് ഗൾഫിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഗൾഫ് രാജ്യം, ഇപ്പം നിങ്ങൾ ഒമാനിലാണ് ജനിച്ചെങ്കിൽ നിങ്ങൾ ഉടനെ ഒമാൻ സിറ്റിസൺസും നിങ്ങളുടെ പേരൻസ് ഇന്ത്യൻ സിറ്റിസൺസും ആവുമോ? ഇല്ല. അല്ലെങ്കിൽ ഇപ്പോൾ UK പലരും നേഴ്സൊക്കെ ആയിട്ട് പോയിട്ടില്ലേ, പലരുടെയും കുട്ടികൾ അവിടെ ജനിക്കുമെങ്കിലും അവർ ഇമ്മീഡിയറ്റ്ലി അറ്റ് ദ മൊമെന്റ് അങ്ങനെ ആകത്തില്ല. ഒന്നാമത്തെ കാര്യം അവരുടെ ഒറിജിൻ ആണോ എന്നും കൂടെ ഉള്ളത് ബൈ ബർത്തിൽ ഒരു ക്രൈറ്റീരിയ ആണ് പലയിടത്തും. സോ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള 2 പേർക്ക് വെളിയിൽ വെച്ച് ഒരു കുട്ടി ഉണ്ടാവുകയാണെങ്കിൽ ബൈ ഡിസെൻറ്റ് അവരുടെ രജിസ്ട്രേഷൻ വഴിയൊക്കെ നമുക്ക് ഇന്ത്യൻ സിറ്റിസൺ ആണെന്ന് എന്ത് ചെയ്യാൻ പറ്റും, തെളിയിച്ച് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പറ്റും. ഓക്കെ, പക്ഷെ ആദ്യമൊക്കെ പേരൻസിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ ഒറിജിൻ ആയിരുന്നാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള നിയമപ്രകാരം ബൈ ഡിസെൻറ്റ് നമുക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം? നമ്മളുടെ പേരൻസ് 2 പേരും ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം, പ്ലസ് ജനിച്ച 1 കൊല്ലത്തിനുള്ളിൽ എവിടെയാണോ കോൺസുലേറ്റ് ഉള്ളത് അല്ലെങ്കിൽ എംബസി ഉണ്ടല്ലോ, അപ്പോൾ അവിടെ ചെന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്യണം. എന്നാൽ മാത്രമേ ആ കുഞ്ഞു കുട്ടിക്ക് ബൈ ഡിസെൻറ്റ് എന്ത് കിട്ടത്തുള്ളൂ, സിറ്റിസൺഷിപ്പ് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. 1 ഈസ് ബൈ ബർത്ത്, അതർ ഈസ് അസാം അക്കൗണ്ട്, ആൻഡ് തേർഡ് 1 ഈസ് ബൈ ഡിസെൻറ്റ്. ഇനി ഒരു 3 എണ്ണം കൂടെ ഉണ്ട്. NRI. N സ്റ്റാൻഡ്സ് ഫോർ നാച്ചുറലൈസേഷൻ. നാച്ചുറലൈസേഷൻ എന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള പേരൻസിന് ജനിക്കുന്ന കുട്ടികൾക്ക് എങ്ങനെയാണ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനി ഇന്ത്യൻ ഒറിജിൻ അല്ല, ഇപ്പോൾ ഒരു സായിപ്പിനോ മതാമയ്ക്കോ, ഇപ്പം നമ്മുടെ ഇടയിൽ വരികയാണെങ്കിൽ പാരിസ് ലക്ഷ്മി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കലാകാരിയിലെ, ഐ ഗെസ് ഷീ ഈസ് ഒറിജിനലി ഫ്രം ഫ്രാൻസ്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അപ്പം അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സംസ്കാരം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണ് അവരിവിടെ വരുന്നത്. അപ്പം അവർക്ക് ഇന്ത്യൻ ഒറിജിൻ അല്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട്, ബട്ട് സ്റ്റിൽ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കിട്ടും. അപ്പം ഒരു 14 കൊല്ലം ഇന്ത്യയിൽ ജീവിച്ച് ഇന്ത്യയിലെ ഷെഡ്യൂൾ 7 ഏതെങ്കിലും ലാംഗ്വേജൊക്കെ അവർക്ക് അറിയാമെങ്കിൽ, ഇന്ത്യയെക്കുറിച്ച് നല്ല ധാരണയുണ്ടെങ്കിൽ, നമ്മുടെ പൈതൃകത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണ, അങ്ങനത്തെ കുറേ കാര്യങ്ങളുടെ ക്രൈറ്റീരിയാസും ഒക്കെ അവർ മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നമ്മൾ ഗ്രാൻഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, 14 വർഷത്തെ ഒരു ബഫർ പീരീഡ് ഒക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ബൈ നാച്ചുറലൈസേഷൻ എനിവൺ ക്യാൻ ബി ആൻ ഇന്ത്യൻ സിറ്റിസൺ. ഓക്കെ, അപ്പം പിന്നെ ഈ നാച്ചുറലൈസേഷൻ ഒരു പ്രത്യേകതയുണ്ട്. എന്താണെന്നറിയാമോ? ഈ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിസൺസ് അല്ലാത്ത ആളുകളെന്ന് പറയുന്നത് ഏലിയൻസ് ആണ്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ഓക്കെ ഫൈൻ. പക്ഷേ അതർ ദാൻ നമ്മൾ മറ്റൊരു രാജ്യത്തെ ഏതൊരു സിറ്റിസൺസും നമുക്കാരാണ്? അവർ ഏലിയനാണ്. ഇപ്പം ശത്രു രാജ്യത്തിലെ സിറ്റിസന്റെ നമ്മൾ എനിമി ഏലിയൻ എന്ന് പറയും. അപ്പം ഈ ശത്രു രാജ്യത്തിലെ സിറ്റിസൺസിനൊക്കെ നാച്ചുറലൈസേഷൻ വഴി ഇന്ത്യൻ സിറ്റിസൺ ആവുന്നതിന് ഇച്ചിരി പരിമിതിയുണ്ട്, തടസ്സങ്ങളുണ്ട്. ഇപ്പം ചൈനക്കാരനൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇന്ത്യൻ സിറ്റിസൺ ആവണമെന്ന് നിർബന്ധം പിടിച്ചാൽ കുറച്ച് പാടാണ് ബൈ നാച്ചുറലൈസേഷൻ. പക്ഷേ നമ്മുടെ ഒരു ഫ്രണ്ട്ലി ഏലിയൻ, അതായത് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയിലെ ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺ ആവാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. എനിക്കറിയത്തില്ല ഒഫീഷ്യലി ചൈന നമ്മുടെ എനിമി ഏലിയൻ ആണോ എന്ന് എനിക്ക് ധാരണയില്ല. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പോയിന്റ് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ചൈന എന്നൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അടുത്തത് രജിസ്ട്രേഷൻ ആണ്. NRI രജിസ്ട്രേഷൻ എന്ന് പറയുന്നതാണ് അടുത്ത സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാനുള്ള മാർഗം, അതായത് രജിസ്റ്റർ ചെയ്യുക. ഇപ്പം ഈ പറയുന്ന പോലെ നിങ്ങളുടെ പേരൻസ് ഇന്ത്യൻ ഒറിജിൻ ആണ്, നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിൽ എവിടെയെങ്കിലും ജനിച്ചു എന്ന് വെക്കുക. പക്ഷെ ജനിച്ച 1 കൊല്ലം കൊണ്ട് നിങ്ങൾ പോയി രജിസ്റ്റർ ചെയ്തില്ല. അപ്പം നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത് ഒരുമാതിരി ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ, അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ക്ലിയർലി നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് അക്വയർ ചെയ്തിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് തോന്നുകയാണ്, അതായത് നിങ്ങൾ മറ്റൊരു രാജ്യത്തിലെ സിറ്റിസൺ ആണ്. ഒരു വ്യക്തി ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സിറ്റിസൺ ആയിട്ടായിരിക്കും ജീവിക്കുന്നത്. കാരണം നമുക്ക് അവകാശങ്ങളൊക്കെ എല്ലാ രാജ്യങ്ങളും പർട്ടിക്കുലർ അവകാശങ്ങളും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ഒരിടത്ത് മര്യാദയ്ക്ക് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ സിറ്റിസൺ ആയിരിക്കും. അപ്പം നിങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യയിൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള പേരൻസിന് ജനിച്ച ആളാണെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് തോന്നുകയാണ് എനിക്ക് ഇന്ത്യയിലേക്ക് തിരിച്ചു വരണം, എനിക്ക് ഇന്ത്യക്കാരനായിട്ട് ജീവിച്ചാൽ മതി എന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ബൈ രജിസ്ട്രേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ലഭിക്കും. ഇതിനും എന്താ നിർബന്ധമാണ്? ഒറിജിൻ, നിങ്ങൾ ഇന്ത്യൻ ഒറിജിൻ ആയിരിക്കണം. ആകെ നാച്ചുറലൈസേഷനിൽ മാത്രമേ ഇന്ത്യൻ ഒറിജിൻ അല്ലാത്ത ഒരു വ്യക്തിക്ക് ഇന്ത്യൻ സിറ്റിസൺ ആകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി NRI. ഇനി ലാസ്റ്റത്തെ പോർഷൻ I സ്റ്റാൻഡ്സ് ഫോർ പുതിയ ഇൻക്ലൂഷൻ ഓഫ് ന്യൂ ടെറിട്ടറീസ്. അതായത്
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് ഫ്രഞ്ച് കോളനീസ് ഇന്ത്യയിലുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. പക്ഷെ ഫ്രാൻസ് കുറച്ച് സ്ഥലം പിടിച്ചു വെച്ചിരുന്നു. ഫ്രാൻസ് എന്ത് ചെയ്താൽ പോയില്ല. എന്നിട്ട് നമ്മൾ അവസാനം ഫ്രാൻസിനെ ഓടിക്കുമായിരുന്നു. അപ്പോൾ ഫ്രാൻസ് ഇവിടുന്ന് പോയപ്പോൾ കുറച്ച് സ്ഥലം ഇന്ത്യയുടെ ഭാഗമായി. അപ്പോൾ അവിടുത്തെ ആളുകൾ ഇന്ത്യയുടെ സിറ്റിസൺസ് ആയി ഓട്ടോമാറ്റിക്കലി. അത് മനസ്സിലാക്കുക. അല്ല, ഇനി വേറൊരു ഉദാഹരണം പറയാം. ഇന്ത്യൻ ഓഷ്യനിൽ ഇത്രയും കാലം ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു ദ്വീപുണ്ടെന്ന് വെക്കുക. ആ ദ്വീപിലൊരു കുറേ 10,000 പേര് താമസം ഉണ്ടെന്നും വിചാരിക്കണം. ആ ദ്വീപ് ആരുടെയും കണ്ണിൽ പെട്ടിട്ടില്ല. പക്ഷെ നമ്മൾ ഇന്ത്യക്കാർ ആ ദ്വീപ് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ വിചാരിക്കുക എന്നൊരു കാര്യം ചെയ്യുക, ആ ദ്വീപ് നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാക്കാമെന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെ ആ ദ്വീപ് ഇന്ത്യയുടെ ഭാഗമാക്കുമ്പോൾ അതിലെ ആളുകളും എന്താണ്, ഇന്ത്യൻ സിറ്റിസൺ ആകും. അപ്പം നമ്മളൊരു ഏതെങ്കിലും ടെറിട്ടറി നമ്മൾ എടുക്കുന്ന വഴി അവിടെ താമസിക്കുന്നവർ നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസ് ആകും. നിങ്ങൾക്ക് 100ാമത്തെ അമെൻമെൻറ്റ് നിങ്ങൾക്കറിയാവോ? ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. അത് അതിനൊരു എക്സാമ്പിളാണ്. 100ാമത്തെ അമെൻമെൻ്റ് ആണെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതായത് ബംഗ്ലാദേശിലെ കുറച്ച് ടെറിട്ടറീസ് നമ്മളും എടുത്തു, നമ്മുടെ കുറച്ച് ടെറിട്ടറീസ് ബംഗ്ലാദേശുകാർക്കും കൊടുത്തു. അങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളിലൊക്കെ നമ്മുടെ ഈ ഒരു സംഭവം ബാധകമാകാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നതിനും ലോസ് ചെയ്യുന്നതിനും ഒക്കെയുള്ള സംഭവം അക്കോർഡിംഗ് ടു സിറ്റിസൺഷിപ്പ് ആക്ട് 1955. അപ്പം സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുന്നതിനുള്ള പോയിന്റ് ഏതാ? ബാഡ് NRI. ആക്ച്വലി ഇതിനൊരു ക്രമമുണ്ട്. ഞാൻ ഈ കോഡ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കുറച്ച് ക്രമം തെറ്റിച്ച് പറയുന്നത്. ഫസ്റ്റ് ബൈ ബർത്ത്, സെക്കൻഡ് ബൈ ഡിസെൻറ്റ്, തേർഡ് ബൈ രജിസ്ട്രേഷൻ. ഈ 3ഉം ഇന്ത്യൻ ഒറിജിനാണ്. ഫോർത്ത് എന്താണ്? നാച്ചുറലൈസേഷൻ. ഫിഫ്ത്ത് ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. സിക്സ്ത് അസാം അക്കോർഡ്. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ക്രമം പല സ്റ്റാൻഡേർഡ് ബുക്സിലും ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ പഠിക്കാനുള്ള എളുപ്പത്തിന് ബാഡ് NRI എന്നുള്ള ഒരു ക്രമത്തിൽ നിങ്ങൾ പഠിച്ചാലും ഇറ്റ്സ് ഓക്കെ. നിങ്ങൾക്ക് കാര്യം റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയാൽ മതി. അടുത്തത് എങ്ങനെയാണ് സിറ്റിസൺഷിപ്പ് പോകുന്നത്? ടെർമിനേഷൻ, റിനൗൺസിയേഷൻ, ഡിപ്രിവേഷൻ. ഓക്കെ, അപ്പം സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ക്ലാസ് ഇത്രേ ഉള്ളൂ. ഞാൻ ബാക്ക്ഗ്രൗണ്ടിലെല്ലാം എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം അത് നോക്കുക. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ക്ലാസ്. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, സിറ്റിസൺഷിപ്പിനെ കുറിച്ച് 2 കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, കോൺസ്റ്റിറ്റ്യൂഷനിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് പാർട്ട് 2-ൽ. അതിൽ ആരൊക്കെയാണ് ഇന്ത്യൻ സിറ്റിസൺസ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് വിശദമായിട്ട് പറഞ്ഞിട്ടില്ല. എങ്ങനെ സിറ്റിസൺഷിപ്പ് പോകാം, എങ്ങനെ സിറ്റിസൺഷിപ്പ് കിട്ടാം എന്നുള്ളത് എഴുതിയിരിക്കുന്നത് 1955 സിറ്റിസൺഷിപ്പ് ആക്ടാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് CAA കുറിച്ച് അറിയാമോ? ഇതിനെക്കുറിച്ചൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇനി അത് അറിയത്തില്ലെങ്കിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതും കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തിട്ട് ക്ലാസ് ഇടാം. പക്ഷേ PSC പോയിന്റ് ഓഫ് വ്യൂവിൽ അതത്ര ഇമ്പോർട്ടൻ്റ് അല്ലാന്ന് തോന്നുന്നു. ബട്ട് ഫോർ ജനറൽ നോളജ് നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ആസ്ക് ഫോർ ഇറ്റ്. ഓക്കെ, എനിവേ ക്ലാസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.